പ്രിയപ്പെട്ടവരെ, ആറാം ദിനവും സംഘർഷഭൂമിയാവുകയാണ് പശ്ചിമേഷ്യ. ടെഹ്റാനിൽ തുടരെ സ്ഫോടനമാണ്. ജനങ്ങൾ ഉടൻ ടെഹ്റാൻ വിടണമെന്ന് ഇറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫത്താ മിസൈലുമായി ടെൽ അവീവ് ആക്രമിച്ചതായി ഇറാൻ അവകാശപ്പെടുന്നു. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ ചെറുത്തെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയച്ചിട്ടുണ്ട്. അതേസമയം കീഴടങ്ങണമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി അയത്തുള്ള ഖമീനിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിനോട് കരുണയുണ്ടാകില്ലെന്നും ഒന്നിനും വഴങ്ങില്ലെന്നും ഖമീനി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ഇറാനുമായി ചർച്ചയ്ക്ക് വൈസ് പ്രസിഡന്റ് JD വാൻസിനെ അയക്കാനാണ് സാധ്യത. ഇറാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആദ്യ സംഘം ഇന്ന് ഇന്ത്യയിലെത്തും. വിവരങ്ങളുമായി K സജീഷും പിയ സുനിലും തത്സമയം ചേരുന്നുണ്ട്. സജീഷ് നമുക്കൊപ്പം ചേരുന്നു. സജീഷ്, ഗുഡ് മോർണിംഗ്. സജീഷ്, ഗുഡ് മോർണിംഗ്. സുനിൽ, സജീഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം ഇറാൻ ഫത്താ മിസൈൽ ടെൽ അവീവിലേക്ക് അയച്ചു എന്നാണ്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഈ ഫത്താ മിസൈലിനെ ചെറുക്കാൻ സാധിച്ചോ, അതോ ഇറാൻ അവകാശപ്പെടുന്നത് പോലെ ടെൽ അവീവ് നഗരത്തിൽ ഫത്താ മിസൈൽ പതിച്ചു? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ആറാം ദിവസവും പശ്ചിമേഷ്യയെ സംഘർഷഭരിതമാക്കിക്കൊണ്ട് ഇറാന്റെയും ഇസ്രായേലിന്റെയും പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉള്ളതുപോലെ രൂക്ഷമായൊരു ആക്രമണം ഇന്നലെ രാത്രി ഉണ്ടായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ എങ്കിൽ പോലും ടെൽ അവീവിലും ഒപ്പം തന്നെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും മിസൈൽ ആക്രമണം ഉണ്ടായി എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഇറാൻ ഇസ്രായേലിനെതിരെ ഫത്താ 1 മിസൈൽ ഉപയോഗിച്ചു എന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒപ്പം തന്നെ ഇറാൻ്റെ നാഷണൽ ന്യൂസ് ഏജൻസിയും സ്ഥിരീകരിക്കുന്നത്. റവല്യൂഷണറി ഗാർഡ് വികസിപ്പിച്ചെടുത്ത ഒരു മിസൈലാണത്. ഹൈപ്പർസോണിക് മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഫത്താ 1. ഇത് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ടെൽ അവീവിലോ മറ്റ് പരിസര പ്രദേശങ്ങളിലോ പതിച്ചോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ലക്ഷ്യം കണ്ടു എന്നാണ് ഇറാൻ്റെ വിശദീകരണം, അല്ലെങ്കിൽ ഇറാൻ്റെ അവകാശവാദം. ഇത് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല. അതേസമയം ടെഹ്റാനിലും പല ഭാഗങ്ങളിലും ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണം തുടരുകയാണ്. ഇതുവരെ കഴിഞ്ഞ 6 ദിവസമായി തുടർന്ന ആക്രമണങ്ങളിൽ മരണസംഖ്യ 450 കവിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 5000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മറുഭാഗത്ത് കഴിഞ്ഞ ദിവസം മൊസാദിൻ്റെ കേന്ദ്രവും ഒപ്പം തന്നെ ഓപ്പറേഷൻ സെൻറ്ററും ഒപ്പം തന്നെ ഇസ്രായേൽ മിലിറ്ററിയുടെ ഇൻ്റലിജൻസ് കേന്ദ്രവും ആക്രമിച്ചുവെന്ന് ഇറാൻ അവകാശവാദം നടത്തിയിരുന്നു. ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ്റെ അവകാശവാദം. ഇതും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിന് കൃത്യമായൊരു മറുപടി ഇസ്രായേൽ നൽകിയിട്ടുമില്ല. ഏതായാലും ആറാം ദിവസവും സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർണായകമായ ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. അമേരിക്ക ഒരുപക്ഷേ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തേക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് ഈ അമേരിക്കയോ ഇസ്രായേലോ ഒന്നും ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അമേരിക്ക ഒരുപക്ഷേ പ്രത്യക്ഷമായി തന്നെ ഇസ്രായേലിനൊപ്പം ഇറാനെതിരെ യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കും. ഇതിൻ്റെ സൂചനകളായിട്ടുള്ളത് കൂടുതൽ യുദ്ധവിമാനങ്ങൾ മധ്യപൂർവ്വദേശത്തേക്ക് അമേരിക്ക അയച്ചിട്ടുണ്ട്. F-16, F-22, F-35 യുദ്ധവിമാനങ്ങളാണ് US വിന്യസിക്കുന്നതെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് നൽകുന്നത്. വിമാനവാഹിനി കപ്പലുകളും ഒപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള യുദ്ധക്കപ്പലുകളും മേഖലയിൽ വിന്യസിക്കുമെന്നും സൂചനയുണ്ട്. ഏരിയൽ ഇന്ധന ടാങ്കുകൾ സംഘർഷ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ വിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനാണ് ഇതെന്നാണ് സൂചന. എന്നാൽ ഇതെല്ലാം തന്നെ പെൻറ്റഗൺ സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. മധ്യപൂർവ്വദേശത്തുള്ള പശ്ചിമേഷ്യയുടെ ഭാഗത്തുള്ള അമേരിക്കൻ സൈനികരുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടാണ് പുതിയ നീക്കമെന്നാണ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 40,000-ഓളം അമേരിക്കൻ സൈനികർ ഈ പശ്ചിമേഷ്യ മേഖലയിൽ അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പുറത്തു വരുന്നത്. ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ആവശ്യപ്പെട്ടുവെന്നാണ് ആ റിപ്പോർട്ടുകൾ. നമുക്കറിയാം, ഇറാൻ്റെ ആണവ ശേഖരത്തിൻ്റെ ഭൂരിഭാഗവും ഭൂഗർഭ അറകളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് തകർക്കാൻ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ ആവശ്യമാണെന്നാണ് ഇസ്രായേലിൻ്റെ വാദം. അതുകൊണ്ട് കൂടുതൽ ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ വേണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ US-ന്റെ തുടർ നീക്കങ്ങൾ എന്താണെന്ന് അറിയില്ല. ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട്. സിറ്റുവേഷൻ റൂമിൽ ചേർന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും അമേരിക്കയുടെ നീക്കമാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. അമേരിക്ക ഈ യുദ്ധത്തിൽ പങ്കെടുക്കുമോ എന്നതാണ് എല്ലാവരും അറിയേണ്ടത്. അതോടൊപ്പം മറുഭാഗത്തും നയതന്ത്ര നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുണ്ട് എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘത്തെ ഇറാനുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ്
ആക്രമണം നിയോഗിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിലും ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഡൊണാൾഡ് ട്രംപിൻ്റെതായിട്ട് ഏറ്റവും ഒടുവിൽ വന്ന പ്രസ്താവന ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞത് നിരുപാധികമായ കീഴടങ്ങലാണ് ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. ഒരു തരത്തിലുള്ള വെടിനിർത്തലോ മറ്റൊരു തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങളോ അല്ല, നിരുപാധികം കീഴടങ്ങുക. ആയത്തുള്ള ഖമേനി എവിടെ ഒളിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തെ വധിക്കാൻ ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല, പക്ഷേ തൽക്കാലത്തേക്ക് അത് ചെയ്യുന്നില്ല. അതായത് ഏത് രീതിയിലും ആക്രമണം ഇറാൻ തുടർന്നു കഴിഞ്ഞാൽ ഇറാനിലെ ഭരണം അട്ടിമറിച്ച് ഖമേനിയെ വധിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ തങ്ങൾക്കറിയാമെന്നാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന മുന്നറിയിപ്പ്. പക്ഷേ ഇതിനോട് ഖമേനി ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ശത്രുവിനോട് ഒരു തരത്തിലും കീഴടങ്ങാൻ തയ്യാറല്ല, ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തയ്യാറല്ല എന്നും ഖമേനി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് പറയാനുള്ളത് മധ്യപൂർവേഷ്യത്തെ ഈ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി വലിയ തോതിലുള്ള ലോക സമ്മർദ്ദം ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ നയതന്ത്ര നീക്കങ്ങൾ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് GCC രാജ്യങ്ങളെല്ലാം തന്നെ ഈ സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈന ആദ്യമായിട്ട് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണം അറിയിച്ചു. വലിയ കടുത്ത ആശങ്കയിലാണ് ലോകം എന്നതാണ് ചൈനയുടെ പ്രതികരണം. UAE നേതൃത്വം കഴിഞ്ഞ ദിവസം ഇറാൻ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ ആശങ്കയുടെ കാലത്ത് തങ്ങൾ ഒപ്പമുണ്ട് എന്നാണ് UAE അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പല ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ചർച്ചകൾ, നയതന്ത്ര നീക്കങ്ങളെല്ലാം നടത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഈ സംഘർഷം തുടരുന്നത് ലോക രാജ്യങ്ങൾക്ക് വലിയ സമ്മർദ്ദമാണ്, ലോക വ്യാപാരത്തെ അട്ടിമറിക്കുന്നതാണ്. അതെല്ലാം കൊണ്ട് തന്നെ ചർച്ചകളും സമ്മർദ്ദ നീക്കങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതോടൊപ്പം മറുഭാഗത്ത് ഇസ്രയേലും ഇറാനും തങ്ങളുടെ ശക്തി പരസ്പരം പ്രയോഗിച്ചുകൊണ്ട് രൂക്ഷമായ സംഘർഷം തുടരുകയുമാണ്. ഓക്കെ.